A+2 സ്വാഗതം. ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യമാണ്. ഒരു നല്ല ചോദ്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ഇത് ഗുണപ്പെടും എന്നതിനാൽ ഇത് പ്രത്യേകിച്ച് ഒരു എപ്പിസോഡായി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: PSCയുടെ നിയമനം കിട്ടിയാൽ അപ്പോൾ ഞാനൊരു കോഴ്സ് പഠിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ജോയിൻ ചെയ്യണോ അതോ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കണോ? ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാൻ ഉള്ളത്. നല്ല ചോദ്യമാണ്. കാരണം പല ആളുകളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSCയുടെ ജോലി ലഭിക്കും. തുടർന്ന് PSCയുടെ ഈ ജോലിക്ക് ചേർന്നാൽ തൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുമോ? കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേക അനുവാദം എവിടെ നിന്ന് വാങ്ങണം എന്നതൊക്കെ അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവായ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതി നിങ്ങൾ തീർച്ചയായും ഈ എപ്പിസോഡ് ഒന്ന് ഷെയർ ചെയ്താൽ മറ്റ് ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്ക് PSCയുടെ നിയമനം കിട്ടുമ്പോൾ നമ്മളൊരു കോഴ്സ് പൂർത്തിയാക്കുകയാണെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുന്നത് വരെ നമുക്ക് തീർച്ചയായും PSCയിൽ നിന്നും നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു അനുവാദം ലഭിക്കും. അതിന് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കണം. പക്ഷേ അതിനകത്ത് ചില പീരീഡ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 45 ദിവസത്തിന് അകമാണെങ്കിൽ നമുക്ക് നിയമനം കിട്ടി. 45 ദിവസത്തിനകം ആണ് നമുക്ക് ഈ ജോയിൻ ചെയ്യുന്നതിനുള്ള കാലാവധി നീട്ടിക്കിട്ടേണ്ടതെങ്കിൽ നമുക്ക് ഈ നിയമനം തരുന്ന അധികാരിയുടെ മുമ്പാകെ ആണ് നമുക്കതിനുള്ള അപേക്ഷ നൽകാനുള്ളത്. ഓർക്കുക, ഈ കട്ട് ഓഫ് ഡേറ്റ് 45 ദിവസം. അതുവരെയുള്ള ഈ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആരാണോ നമ്മളെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി അവർക്ക് നമുക്ക് പെർമിഷൻ നൽകാൻ കഴിയും. 45 ദിവസത്തിൽ കൂടുതലും നമുക്ക് പീരീഡ് വേണമെങ്കിൽ നമ്മൾ സർക്കാരിനെ തന്നെ സമീപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ അസൽ സർട്ടിഫിക്കറ്റുകളും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സർക്കാരിന് അപേക്ഷ കൊടുക്കണം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഗണിച്ചതിന് ശേഷം സർക്കാർ തീരുമാനമെടുക്കും. സർക്കാരിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു തീരുമാനം എടുക്കും. അതിലൊന്ന് പറയാനുള്ളത്, നമുക്ക് സർക്കാരിന്മേലുള്ള ഒരു സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ഒക്കെ കൂടുതൽ സമയം കിട്ടി എന്ന് വരാം. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ഇതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ 6 മാസത്തിൽ കൂടുതൽ സമയം വേണ്ടി വരിക എന്ന് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യാനുള്ള നല്ല കാര്യം ജോയിൻ ചെയ്യണം. തുടർന്ന് നമ്മൾ ഈ ശൂന്യവേതന അവധിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ കൊടുത്ത് അത് അനുവാദം വാങ്ങിയതിന് ശേഷം നമ്മൾ അവധിയിൽ പ്രവേശിച്ച് കോഴ്സ് പൂർത്തിയാക്കുകയും വേണം എന്നുള്ളതാണ്. 6 മാസം വരെ ആണ് മിക്കവാറും സർക്കാർ തന്നെ നൽകുന്നത്. അതിനപ്പുറം നൽകുന്നത് വളരെ അപൂർവമാണ്. അതും ചിലപ്പോൾ കിട്ടിയാലായി എന്നേ പറയാനുള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് ചേർന്നൂടെ എന്ന ചോദ്യമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഒരു കോഴ്സ് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത്. ജോലിയും നഷ്ടപ്പെടരുത്, നമുക്ക് നമ്മുടെ കോഴ്സും നഷ്ടപ്പെടരുത്. അതിന് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ 6 മാസത്തിൽ കൂടുതൽ കോഴ്സ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ തീർച്ചയായും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ ശൂന്യവേതന അവധിക്ക് അപ്ലൈ ചെയ്ത് ഗ്രാൻറ്റ് ചെയ്തിട്ട് കോഴ്സ് പൂർത്തിയാക്കുക. അതായിരിക്കും അഭികാമ്യം എന്ന് പറയാം. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാലും നമുക്ക് ചിലതിനൊക്കെ തന്നെ നമുക്ക് പാർട്ട് ടൈമായി പഠിച്ചൊക്കെ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെക്കൂ, അയാൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഡേ സ്കോളർ എന്നുള്ള നിലയിൽ നിന്നും മാറി ഈവനിങ്ങിലേക്ക് പഠിക്കാം. പക്ഷേ ഇപ്പോൾ അതിനൊരു ചെറിയ പ്രോബ്ലം ഉള്ളത്, ഇപ്പോൾ സർക്കാർ ജോലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഈവനിങ് ക്ലാസ്സിൽ LLB പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ കിട്ടും, സർക്കാർ ജോലിയാണെങ്കിൽ കിട്ടില്ല. അതിനെ സംബന്ധിച്ച് ചില സർക്കാർ ഉത്തരവുകൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഇപ്പോഴും കോടതിയിൽ, ഹൈക്കോടതി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എന്തായാലും ഇതാണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളെ അറിയിക്കുന്നതിന് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക. അതും ഈ ചാനലിൽ മറ്റൊരു വിഷയമായി ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ഈ ചാനലിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകം ഇതിനകം തന്നെ കാണുന്നവർക്കറിയാമായിരിക്കും. പുതിയ ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകളും നൽകുന്നുണ്ട്. ഒരു ദിവസം ഒരു ലോങ് എപ്പിസോഡും
2 ഷോർട്ട് എപ്പിസോഡുകളുമാണ് ചെയ്യുന്നത്. ഈ ഷോർട്ട് എപ്പിസോഡുകൾ മുൻപ് ചെയ്ത ലോങ് വീഡിയോയുടെ ഒരു ആദ്യ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ വിരലമർത്തിയാൽ മതി, ലോങ് വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാനും കഴിയും. ഇനി എന്തായാലും പുതിയതായിട്ട് വരുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.